രാഹുൽ ഈശ്വർ എപ്പോഴും പറയുന്ന കാര്യമാണ് മെൻസ് കമ്മീഷൻ വരണം. അപ്പൊ തന്നെ എല്ലാരും അദ്ദേഹത്തെ കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഇടക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് വളരെ സത്യമാണ്. മെൻസ് കമ്മീഷന്റെ ഒരു ആവശ്യം ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പീഡനത്തിനിരയാകുന്നു. ബസ്സിലെ ലൈംഗിക അതിക്രമണ ആരോപണം നേരിട്ട ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. വളരെ സങ്കടമുള്ള കാര്യമാണ്. കാരണം ആ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോ തിരക്കുള്ള ബസ്സില് ആ മനുഷ്യൻ ഇറങ്ങാൻ നേരത്ത് ആ വ്യക്തിയുടെ കൈ ഇവരുടെ ദേഹത്ത് തട്ടി എന്ന് ആരോപിച്ചിട്ടാണ് ഇവർ ലൈംഗിക അതിക്രമണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു. അത് 20 ലക്ഷത്തോളം ആൾക്കാർ അതിനെ കാണുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചാൽ അല്ലെങ്കിൽ മോശമായിട്ട് തൊട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കും. എന്തിനാണ് അതിനെ വീഡിയോ എടുത്ത് അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത്, പിന്നെയും പിന്നെയും തട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പോൾ തന്നെ പ്രതികരിക്കുക, അപ്പോൾ തന്നെ കണ്ടക്ടറോട് പറയുക, അപ്പോൾ തന്നെ പുള്ളിനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. അതിന്റെ വീഡിയോ എടുത്ത് അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലും ഇല്ല. ആ വ്യക്തി മനഃപൂർവ്വമാണോ അല്ലയോ, തിരക്കുള്ള ബസ്സിലാണോ, സ്വാഭാവികമായിട്ടും ഒരാളുടെ കൈ നമ്മുടെ ദേഹത്ത് തട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലും ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്. ആ വ്യക്തിയുടെ ഫേസ് സഹിതമാണ് എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ട് നടക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാതിരിക്കുക.